മണ്ഡലകാലമായാൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ പിന്തുടരുന്ന അനുഷ്ഠാനമാണ് അയ്യപ്പൻ വിളക്ക്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ. ഈ ആചാര കലയെ തലമുറകളായി വിടാതെ മുറുകെ പിടിക്കുന്ന ഒരു കുടുംബമുണ്ട് ഒറ്റപ്പാലത്തെ കോതകുറിശ്ശിയിൽ. പരമ്പരാഗത രീതികളിലൂടെ ഇവർ നേതൃത്വം നൽകുന്ന അയ്യപ്പൻ വിളക്ക് സംഘം നൂറുകണക്കിന് വേദികളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. പാലക്കാട്ടുകാർക്ക് കോതകുറിശ്ശി ഉണ്ണി വെളിച്ചപ്പാട് എന്ന പേര് സുപരിചിതമാണ്. അയ്യപ്പൻ വിളക്കെന്ന അനുഷ്ഠാനത്തെ പരമ്പരാഗത രീതികളിലൂടെ ഇന്നും പിന്തുടരുന്ന കുടുംബത്തിലെ മുതിർന്ന അംഗമാണ് ഇദ്ദേഹം. വൃശ്ചികം, ധനു, മകരം മാസങ്ങളിൽ കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലുമായി അങ്ങോളം ഇങ്ങോളം നടത്തിവരാറുള്ള അനുഷ്ഠാനമാണ് അയ്യപ്പൻ വിളക്ക്. പലയിടങ്ങളിലും പല പേരുകളിലാണ് ഇതറിയപ്പെടുക. വാഴപ്പിണ്ടികൾ ഉപയോഗിച്ച് പ്രതീകാത്മക അമ്പലം സൃഷ്ടിച്ച് അയ്യപ്പനെ കുടിയിരുത്തി വിശ്വാസ സമൂഹം കൊണ്ടാടുന്ന ഒന്നാണിത്. ആ കലയെയാണ് ഉണ്ണി വെളിച്ചപ്പാടിന്റെ കുടുംബം ഇന്നും മുറുകെ പിടിക്കുന്നത്. പിതാവ് അപ്പൻ വെളിച്ചപ്പാടിൽ നിന്നുമാണ് ശ്രീധരൻ എന്ന ഉണ്ണി വെളിച്ചപ്പാട് അയ്യപ്പൻ വിളക്കിന്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്തത്. 65 വയസ്സ് പിന്നിട്ട ഇദ്ദേഹം ശാരീരിക അവശതകളെല്ലാം മറന്ന് ഇപ്പോഴും വിളക്ക് സംഘത്തെ നയിക്കുന്നുണ്ട്. ഞങ്ങൾ പൂർവികമായിട്ട് കോതകുറിശ്ശി അയ്യപ്പൻ വിളക്ക് സംഘം നടത്തിക്കൊണ്ട് എൻ്റെ അച്ഛൻ കാർന്നന്മാരും എല്ലാവരും ആയിട്ട് നടത്തി തന്നതാണ്. ഞാനിപ്പോൾ 28 വയസ്സ് മുതൽ സ്വന്തമായി നടത്തുന്നുണ്ട്. ഞങ്ങൾ 35 പേര്, ചെണ്ട, വാദ്യം, ഉടുക്ക് എല്ലാവരും ഈ പാർട്ടിയിലും. നിലവിൽ വൃശ്ചികത്തിലെ വിളക്കുകൾക്ക് തയ്യാറെടുക്കുകയാണ് ഇവർ. അനേകം തലമുറകൾക്ക് ഉടുക്കുപാട്ടിന്റെയും വെളിച്ചപ്പാട് നൃത്തത്തിന്റെയും അമ്പലം പണിയുടെയുമെല്ലാം പാഠങ്ങൾ പകർന്നു നൽകിയ ഈ ഗുരുനാഥൻ തന്റെ 2 മക്കളെയും ഇതേ വഴികളിലൂടെ കൈപിടിച്ചു നടത്തി. മക്കളായ രാജുവും ദീപക്കും ഇപ്പോൾ ഇതേ മേഖലയിൽ പ്രസിദ്ധി ആർജിച്ച കലാകാരന്മാരാണ്. 3 മാസത്തെ വ്രതാനുഷ്ഠാനത്തിനു ശേഷമാണ് മണ്ഡലകാലത്തിലേക്ക് ഇവർ കടക്കുക. ഈ രീതികളിലൂടെ കലയെയും വിശ്വാസത്തെയും ചേർത്തുപിടിച്ച് ജീവിതത്തിൽ ആത്മസംതൃപ്തി നേടുകയാണ് ഈ കുടുംബം. ന്യൂസ് 18 പാലക്കാട്.